അശ്വിനി, ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും കടുത്ത ദുഃഖം സമ്മാനിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ വിട ചൊല്ലിയിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംസ്കാരം മറ്റന്നാൾ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ചേന്നമംഗലത്തെ തറവാട്ടിലായിരിക്കും സംസ്കാരം നടത്തുക. ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നാളെ 2 മണി വരെ പൂങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. മൃതദേഹം പറവൂർ ചേന്നമംഗലത്ത് ആണ് കൊണ്ടുപോകുന്നത്. അവിടെയാണ് പൊതുദർശനം. അത് നാളെ 2 മണി വരെയാണ് അവിടെ പൊതുദർശനം ഉണ്ടാകുക. അതിനുശേഷം മറ്റന്നാളാണ് സംസ്കാരം നടക്കുക. നമ്മൾ ഇപ്പോൾ ജയചന്ദ്രൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു, ഭാവഗായകൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കാരണം അദ്ദേഹം പാടിയ ഓരോ പാട്ടും മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അത്രയേറെ ഇടം പിടിക്കുന്ന അല്ലെങ്കിൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള ഗാനങ്ങളായിരുന്നു. അല്ലെങ്കിൽ ആ ഗാനങ്ങളെ അത്തരത്തിലേക്ക് അത് മാറ്റാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിനെ മറ്റു ഗായകരിൽ നിന്ന് വേറിട്ട് നിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടിയ ഓരോ പാട്ടുകളും അത് സംഗീതമോ അല്ലെങ്കിൽ വരികൾക്കോ അപ്പുറം അദ്ദേഹം നൽകിയ ഭാവം കൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇപ്പോൾ 1966 അദ്ദേഹം പാടിയ ആദ്യ ഗാനം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദേവരാജൻ മാസ്റ്ററുടെ ഗാനമാണെങ്കിൽ പോലും അതിന് പി ജയചന്ദ്രൻ എന്ന ഗായകൻ നൽകിയൊരു ഭാവം അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടു പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പക്ഷേ ഇത്രയധികം നിരവധി പാട്ടുകൾ, അതായത് 15,000-ലേറെ ഗാനങ്ങൾ പല ഭാഷകളിൽ, അതായത് കന്നഡ, തെലുങ്ക്, മലയാളം, ഹിന്ദി അടക്കമുള്ള ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഗാനം എന്ന് പറയുന്നത് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന ഗാനമായിരുന്നു. അത് ഒരു ലളിതഗാനമായിരുന്നു. അതിനെപ്പോലും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു പാട്ടിനാണ് അദ്ദേഹം ഏറ്റവും അധികം പ്രിയപ്പെട്ടതാക്കിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളോടൊപ്പം തന്നെ പ്രശസ്തമാണ് അദ്ദേഹത്തിൻ്റെ ലളിത ഗാനങ്ങൾ. അതായത് നീലക്കായലിൽ നടക്കമുള്ളത്, അതുപോലെ തന്നെ നിളയുടെ തീരത്തേത്, ഒന്നിനി ശ്രുതി താഴ്ത്തി, പിന്നെ സ്മൃതിതൻ ചിറകിലേറി. ദൂരദർശനൊക്കെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പലപ്പോഴും അറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഗാനങ്ങളൊക്കെ ദൂരദർശനത്തൊക്കെ പലതവണ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്. ഞാൻ പോലും പലതവണ അങ്ങനെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്മൃതിതൻ ചിറകിലേറി എന്നുള്ള ആ ഒരു ഗാനം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു രീതിയിലേക്ക് അത് കൊണ്ടുപോകുമായിരുന്നു അദ്ദേഹം. ആ ചിറകിലേറി, സ്മൃതികളുടെ ചിറകിലേറി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഭാവം അദ്ദേഹം, അല്ലെങ്കിൽ അത്തരം ഒരു ഭാവം മനസ്സിൽ ഉയർത്തുന്ന തരത്തിലുള്ളൊരു ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച ഗാനത്തിനാണ് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ 5 സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1999-ലും 2001-ലും ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് അടക്കമുള്ള മറ്റ് ചലച്ചിത്ര പുരസ്കാരങ്ങളും ഒക്കെ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നേരത്തെ സംവിധായകൻ കമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് പ്രത്യേകിച്ച് മലയാള സിനിമ രംഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായെങ്കിൽ പോലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അതിഗംഭീരമായിരുന്നു. കാരണം അദ്ദേഹം പാടി ഓരോ പാട്ടും ഒന്നിലേറെ മികച്ചതായി തന്നെയായിരുന്നു വന്നിരുന്നത്. പ്രത്യേകിച്ച് കമൽ സംവിധാനം ചെയ്ത ചിത്രത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി, അതൊക്കെ ചെറുപ്പക്കാർ ഏറ്റെടുത്ത് തരംഗമാക്കിയ ഒരു ഗാനമായിരുന്നു. അതുപോലെ തന്നെ വേണം ഇടി രണ്ടിലും പിന്നെ അല്ലത്തരിയുമായി വരുന്നു എന്ന് പറഞ്ഞ പാട്ട് എം ജയചന്ദ്രൻ്റെ സംഗീതത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ആ ഗാനം അതിൻ്റെ മനോഹരമായ വരികൾ കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സംഗീതം കൊണ്ടും അതുപോലെ തന്നെ പി ജയചന്ദ്രൻ്റെ ആ മനോഹരമായ ശബ്ദം കൊണ്ടും തന്നെ അത് വേറിട്ട ഒരു ഗാനമായിരുന്നു. അങ്ങനെ നിരവധി ഗാനങ്ങൾ നമ്മൾ എണ്ണി പറയാൻ നിൽക്കുകയാണെങ്കിൽ അതിനൊന്നും സാധിക്കാത്ത തരത്തിൽ അത്രയും മനോഹരമായ നിരവധി ഗാനങ്ങളാണ് മലയാള സിനിമയ്ക്ക് അടക്കം അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഗൗതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ പുരസ്കാരങ്ങൾക്കൊക്കെ അപ്പുറം അല്ലെങ്കിൽ അതിനൊക്കെ മേലെ അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയൊരു അംഗീകാരമുണ്ട്. അതുതന്നെയാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഈ പുരസ്കാരങ്ങൾ വളരെ നമ്മൾ എണ്ണുമ്പോൾ വിരലിലെണ്ണാവുന്ന പുരസ്കാരങ്ങളായിരിക്കും അദ്ദേഹത്തിന് ലഭിച്ചതെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ഗൗതം.